സോയാബീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം. എങ്കിലും ഞാൻ ഉണ്ടാക്കുന്ന രീതി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നന്നായിട്ട് സോയാബീൻ കഴുകി വൃത്തിയാക്കി പുഴുങ്ങി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അതിനുശേഷം അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി ഞെവടിയെടുക്കണം. ഇനി അതൊന്ന് മാറ്റി വെച്ചിട്ട് അതിലേക്ക് ചേർക്കാനായി കുറച്ച് ഗരം മസാലയിലേക്ക് കുറച്ച് കറുകപ്പട്ട, ഏലക്ക, ഗ്രാമ്പു, പിന്നെ കുറച്ച് കുരുമുളക്, ഇതൊന്ന് ചെറുതായി മൂപ്പിക്കുക. അതിനുശേഷം അതും പൊടിച്ച് മാറ്റി വെക്കാം. ഇനി ഒരല്പം എണ്ണയൊഴിച്ച് അതിലേക്ക് നമ്മുടെ സോയാബീനെ അങ്ങോട്ട് തട്ടുക. നന്നായിട്ട് ഇളക്കി അതിനുള്ളിലെ വെള്ളം മുഴുവൻ വറ്റിച്ച് കളയുക. വെള്ളം ഒന്ന് ചെറുതായി വറ്റി കഴിയുമ്പോൾ ഈ സോയാബീൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ആ പാത്രത്തിലേക്ക് തന്നെ എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പില കൂടെ ഇട്ട് ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് അതിലേക്ക് ചേർത്ത് നന്നായി പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന സോയാബീൻ അങ്ങോട്ട് ചേർക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് ആവി കയറ്റി എടുക്കണം. നന്നായി ഒന്ന് ആവി കയറിയതിന് ശേഷം നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഗരം മസാലയുടെയും കുരുമുളകിൻ്റെയും കൂടെ പൊടിയും പിന്നെ അല്പം പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി നമ്മൾ അവസാനമായിട്ട് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ചേർക്കണം. സാധാരണ സവാള വഴറ്റി ചേർക്കാറുണ്ട്, ഞാൻ ഇങ്ങനെയാണ് ചേർക്കുന്നത്. ഇനി ഈ സവാളയും സോയാബീനും എല്ലാം കൂടി ചേർന്ന് ചെറിയ തീയിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇങ്ങനെ ചെറിയ തീയിൽ കിടന്ന് സവാള നന്നായി വഴണ്ടു വരുന്നതാണ് കേട്ടോ ഇതിൻ്റെ ഒരു പരുവം. ആദ്യം നമ്മൾ ഒരല്പം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ചേർത്ത് സവാളയിലേക്ക് മസാലകളെല്ലാം തന്നെ പിടിച്ച് നന്നായി ഒന്ന് വഴണ്ടു വരുമ്പോൾ സോയാബീൻ റോസ്റ്റ് റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനോടൊപ്പം തന്നെ എൻ്റെ ഒരു കുഞ്ഞു ചാനൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.